ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ ആക്നെനെ കുറിച്ചുള്ളതാണ്. ആക്നെ വരാനുള്ള മെയിൻ റീസൺ, അതുപോലെ അതിൻ്റെ ടൈപ്സ്, അതെങ്ങനെ നമുക്ക് കൂടാനുള്ള കാരണങ്ങൾ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇനി വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇത് കുറക്കാൻ, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ആക്നെ മെയിനായിട്ട് 4 ടൈപ്പാണ് ഉള്ളത്. സിസ്റ്റിക് ആക്നെ, ഫംഗൽ ആക്നെ, ഹോർമോണൽ ആക്നെ, അതുപോലെ നോഡുലാർ ആക്നെ. ഇതെന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് വേർതിരിച്ചറിയേണ്ടതെന്നുള്ളതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അങ്ങനെ പോയാൽ ഒരുപാട് വീഡിയോ നീണ്ടു പോകും. അപ്പോൾ ഈ 4 ടൈപ്പിലാണ് ആക്നെ വരുന്നത്. അപ്പോൾ ഇനി ഈ ആക്നെ മെയിനായിട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പോഴ്സ് ക്ലോഗ് ആവുന്നതാണ്. ഏത് ടൈപ്പുള്ള ആക്നെ ആയാലും മെയിനായിട്ട് വരുന്നത് പോഴ്സ് ക്ലോഗ് ആവുന്നതാണ്. ഈ ക്ലോഗ് ആവാനുള്ള കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഒരു ആക്നെ വരുന്നതെങ്കിൽ അവിടെ സെബം പ്രൊഡക്ഷൻ കൂടുകയും അതുമൂലം നമ്മുടെ ആക്നെ ക്ലോഗ് പോറാവുകയും ആക്നെ വരുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയാസ്. നമ്മുടെ മുഖത്ത് എപ്പോഴും സാധാരണ നോർമലി ബാക്ടീരിയ ഉണ്ടാവും, അതല്ലാതെ ബാക്ടീരിയ കൂടുമ്പോൾ ഈ നമ്മുടെ പോഴ്സ് ക്ലോഗ് ആവുകയും അതുമൂലം നമുക്ക് ആക്നെ വരികയും ചെയ്യും. അതല്ല എങ്കിൽ പിന്നെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡെഡ് സെൽസ് സ്കിൻ റിമൂവ് ചെയ്യും, തനിയെ അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോഴ്സ് ക്ലോഗ് ആവുകയും ആക്നെ വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ആക്നെ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇനി ഈ ആക്നെ കൂടാനുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് വന്നാലും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് നമ്മുടെ ആക്നെ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. കൂടാനുള്ള ഒരു മെയിൻ റീസൺ എല്ലാവർക്കും അറിയായിരിക്കും. അത് നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്ത് ഞെക്കി പൊട്ടിക്കാനുള്ള ടെൻഡൻസി ആക്നെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റായിട്ട് എന്തെങ്കിലും ക്ലോത്ത്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ടൈറ്റായിട്ട് ഇപ്പോൾ ആക്നെ മുഖത്ത് കവിളിലാണെങ്കിൽ നമ്മൾ എപ്പോഴും മാസ്ക് വെച്ച് നടക്കുന്നത് ഈ ആക്നെ കൂടാൻ കാരണമാവും. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലൊക്കെയാണ് ആക്നെ ഉള്ളതെങ്കിൽ നമ്മൾ എപ്പോഴും ക്യാപ്പ് വെച്ചിട്ട് പോണത്, അതുപോലെ തന്നെ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് സ്ഥിരമായിട്ട് ധരിക്കുന്നത്, ഇതൊക്കെ അവിടെ ഒരു ചൂട് കൂടാനും അതുമൂലം ആക്നെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എയറിൽ ഉണ്ടാകുന്ന പൊല്യൂഷനാണ്. പൊടിയൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പം പൊടിയൊക്കെ അടിച്ചിട്ട് ആക്നെ കൂടാം. അതുപോലെ നമ്മുടെ വെതർ വളരെ ഹ്യൂമിഡിറ്റി കൂടിയ വെതറാണെങ്കിലും നമുക്ക് ആക്നെ കൂടാം. വേർത്തിട്ട് പെട്ടെന്ന് വേർക്കും. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേർപ്പ് വരും. അങ്ങനെ ആക്നെ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ ഒന്നാമത് സ്കിന്നിൽ ഒത്തിരി ആക്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടും. ഇത് മൂലം തന്നെ സ്ട്രെസ്സ് കൂടും, അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും സ്ട്രെസ്സ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുകയും ഇതുമൂലം നമുക്ക് ആക്നെ കൂടുകയും ചെയ്യും. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഡയറ്റിൽ കുറക്കുമ്പോൾ തന്നെ ആക്നെ കുറയാൻ സാധ്യതയുണ്ട്. അതിലൊന്നാമത്തത് ഷുഗറാണ്. മധുര പലഹാരങ്ങളും അതുപോലെ ഷുഗറും കുറക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് ഫ്രൈഡ് ഐറ്റംസ്, ഓയിലി ഐറ്റംസ് ഒക്കെയാണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓയിലി ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് കുരുക്കൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഫുഡിൽ കുറക്കണം. ഇനി നിങ്ങൾ പാലുൽപ്പന്നങ്ങളും ബാക്കിയുള്ള പാലുൽപ്പന്നങ്ങൾ അധികം കുഴപ്പമില്ല. പാല് ചിലവർക്ക് ആക്നെ കൂട്ടാറുണ്ട്. അപ്പോൾ പാലും നിങ്ങൾ ഭക്ഷണത്തിൽ കുറക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കുന്നവരാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടതാണ്. വേ പ്രോട്ടീൻ ആക്നെനെ കൂട്ടാറുണ്ട്. ആക്നെ ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേ പ്രോട്ടീനും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ന്യൂട്രിയൻ റിച്ചും അതുപോലെ വെൽ ബാലൻസ്ഡും ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ആക്നെ കൺട്രോൾ ആവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിറ്റാമിൻ സിയും അതുപോലെ ബീറ്റ കരോട്ടിനും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുക. ഇങ്ങനെ ഈ വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ത്രിഫല ചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖം കഴുകുക എന്നുള്ളതാണ്. ത്രിഫല ചൂർണം ഇട്ടിട്ട് കഷായം ഉണ്ടാക്കിയെടുക്കുക.
ഒരു സ്പൂൺ ത്രിഫല ഇടുക, അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് 1 ഗ്ലാസ്സായി ചുരുക്കിയെടുക്കുക. ഈ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് രാവിലെ മുഖം കഴുകാവുന്നതാണ്. എന്തെങ്കിലും പയറുപൊടി അതുപോലെ കടലമാവൊക്കെ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുഖം കഴുകിക്കളയാം. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും ഇത് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 പാക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് പച്ചമഞ്ഞളും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ഇലയുമാണ്. ചെറുനാരങ്ങയുടെ ഇല എന്ന് പറയുമ്പോൾ തളിരില എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വളരെ മൂത്ത ഇലയൊന്നും എടുക്കരുത്, തളിരില എടുക്കുക. ഈ തളിരിലയും അതുപോലെ പച്ചമഞ്ഞളും കൂടെ അരച്ച് പേസ്റ്റാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യരുത്. അപ്പോൾ മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ വച്ചതിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴുകാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ത്രിഫലയുടെ വെള്ളം എടുക്കാം, അതും വളരെ നല്ലതാണ്. ഇനി അടുത്ത ഒരു പാക്ക് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും കൂടെ നന്നായി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത പേസ്റ്റ് നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴുകിക്കളയാം. ഇതും നിങ്ങളുടെ ആക്നെ കുറക്കാൻ വളരെയധികം സഹായിക്കും. ഇനി നിങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ വളരെ ഇതൊക്കെ മൈൽഡായ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ആക്നെക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇത് നല്ല സിവിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മെഡിസിൻ കൂടെ എടുക്കേണ്ടി വരും. മഞ്ചിഷ്ടാദി അതുപോലെ നിംബാദി ആരഗദാദി പോലുള്ള കഷായങ്ങൾ ടാബ്ലറ്റുകളൊക്കെ എടുക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിവിയർ ആണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇൻറ്റേർണലി കൂടെ എടുക്കുക. അതുകൂടെ നിങ്ങളുടെ ആക്നെ കുറക്കാൻ വളരെ സഹായകമാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട്, മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്